ഇതൊരു ജോലിയായി തോന്നുന്ന ദിവസം ഈ പരിപാടി നിർത്തണമെന്നാണ് എനിക്കുള്ളത്. നമ്മളിലേക്ക് എത്തുന്നത് അത്ര മികച്ച കഥകളല്ല, നല്ല മികച്ച കഥകൾ എത്തുന്നുമില്ല. പക്ഷെ അതിന് എൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം ഡിപ്പെൻസ് ഓൺ അവരെ നമ്മളെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കതിൽ ചില സാഹചര്യങ്ങളിൽ ഭയങ്കരമായ തീവ്രമായ ഡിസ്റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ട്. നിന്നെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലടേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇല്ല, ഞങ്ങൾ അസിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞൊന്നല്ല, അസിസ്റ്റ് ചെയ്യാൻ ആരും നമ്മൾ അനുവദിക്കുന്നില്ല. അസോസിയേറ്റിൻ്റെ നമ്പർ വരുന്നു, ഷൂട്ട് തുടങ്ങുമ്പോൾ വിളിക്കാന്ന് പറയുന്നത്, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴാണ് സൺഡേ സപ്ലിമെന്റിൽ ആ ഷൂട്ട് തുടങ്ങിയെന്ന് പറയുന്നത്. അങ്ങനെ ട്രൈ ചെയ്ത് 2 ഇത് കഴിഞ്ഞപ്പോൾ അൽഫോൺസ് തന്നെ പറഞ്ഞത് ഇതിൻ്റെ ഒന്നും കാര്യമില്ല. ചിരിപ്പിക്കുന്ന പടങ്ങൾ എല്ലാ കാലത്തും നന്നായിട്ട് ചിരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇട്ടായിട്ടുണ്ട്. ധ്യാൻ്റെ ഇൻ്റർവ്യൂ അജുവിൻ്റെ ഇൻ്റർവ്യൂ ഒരേ പാറ്റേണിൽ പോകുന്നുണ്ട്. ധ്യാനെ കണ്ട് അജു പഠിച്ചാണ്, അജുവിനെ കണ്ട് ധ്യാൻ പഠിച്ചാണ്. നമ്മളുടെ ആത്മാർത്ഥമായിട്ട് പരിചയമുള്ളൊരു സുഹൃത്തിന് വട്ടായി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു ഭയം വന്നിട്ടുണ്ടോ? ഛേ, ഇല്ലല്ലോ. അങ്ങനെ ഭയം വേണമെങ്കിൽ ഒരു മിനിമം ബുദ്ധി വേണം. പിന്നെയും 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു വന്നപ്പോഴേ നിങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യമുണ്ട്. അതിന് ആരെയാണ് പുറത്താക്കിയത് 2016? താങ്കള്. അതിന് കൃത്യ റിയാക്റ്റീവേ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമുക്കറിയാലോ അത് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഹൈ സ്പീഡിൽ എടുക്കണമെന്നും. അപ്പൊ എന്ത് സൈലന്റ് ആണ്, ഇങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങൾ പുറത്തിങ്ങനെ അല്ലായിരുന്നല്ലോ. അങ്ങനെയാണ് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടല്ലോ. ആ ഉണ്ടോ? ആ ഏതാ? ആ തരാം ഞാൻ. അങ്ങനെ കിട്ടാലേ കുറച്ചൊന്നും. നീരജ് ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരും, സന്തോഷം വരും. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 അതിഥികളുണ്ട്. 5 പേർക്കും സ്വാഗതം. എവിടെ നിന്ന് എന്താണ് പ്ലൂട്ടോയെ കുറിച്ച് തുടങ്ങണം നമ്മൾ? അതെയോ? ഞാൻ തന്നെ പറയണം. നമ്മൾ പഠിക്കുന്ന കാലത്ത് 9 ഗ്രഹങ്ങളായിരുന്നു. അതിൽ നിന്ന് പുറത്താക്കിയ ഒരു ഗ്രഹമാണെന്നത് എനിക്കറിയാം. ആ 9 ഗ്രഹത്തിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പിന്നെ ഒന്ന് പറയാം. ഞാൻ ആയിട്ട് പറയാം. എർത്ത്. എർത്ത് ഏത്? എർത്ത്. ഭൂമി. നമ്മള് അല്ല, ഞാൻ പറഞ്ഞ കേക്കാത്തോണ്ട് ജൂപ്പിറ്റർ, പ്ലൂട്ടോ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. അതാണ് പൊളിച്ച്. അതിൽ ആരെയാണ് പുറത്താക്കിയത് 2016? താങ്കള്. പ്ലൂട്ടോ എന്നുള്ള പേര് ഏറ്റവും ചേരുന്നത് താങ്കൾക്കാണ്. അതെയോ? വെറുതെ കിടക്കട്ടെ, എന്തൊക്കെ ഒരു തമിഴിൽ കിടക്കട്ടെ. അതിനുവേണ്ടി അതിന് കൃത്യ റിയാക്റ്റീവേ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമുക്കറിയാലോ അത് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഹൈ സ്പീഡിൽ എടുക്കണമെന്നും. അപ്പൊ നമ്മളറിയാതെ പെട്ടെന്ന് കാണിച്ചു കളയും. കണ്ടോ? അജു പക്ഷേ ഡീകോഡ് ചെയ്തു. ഇല്ല നല്ലൊരു സിനിമ കേട്ടോ. ഈ സിനിമയെക്കുറിച്ച് കുറച്ച് സ്റ്റഡി ചെയ്ത് വന്നപ്പോൾ ഈ സിനിമ ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇതിൽ അജു ഇതിൽ ഷേവൊക്കെ ചെയ്തിട്ട് ഒരു ഇറങ്ങിക്കഴിഞ്ഞപ്പം കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കുമ്പോൾ അജുവിന് എന്താണ് ഫീൽ ചെയ്തത്? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ, സ്വന്തം ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നമ്മള് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ജീവിതത്തിൽ. ഇപ്പം നമ്മളങ്ങനെ നടക്കില്ലല്ലോ. ഇപ്പൊ റോണക്സ് എനിക്ക് ഇവിടെ ഒരു പിരികൊക്കെ ഒട്ടിച്ചെന്നു, കമ്മലൊക്കെ ഇട്ടു. നീരജ് പറഞ്ഞു മീശ പിരിച്ചു വെക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് മുട്ടയൊക്കെ അടിച്ച് നോക്കുമ്പോൾ ഒരു വില്ലൻ ക്യാരക്ടർ. വില്ലനാണ്, വില്ലൻ സെൻസ് മണ്ടം വില്ലനാണ്. അതിനിണങ്ങുന്ന ഒരു രൂപമായിട്ട് തോന്നി. വീട്ടിലെന്ത് പറഞ്ഞു? ഇതിൽ ഒത്തിരി ട്രോളുകളൊക്കെ വന്ന സമയത്ത് അങ്ങനൊന്നും വീട്ടിലെ അല്ല, ജമ്പൻ തുമ്പല്ലേ ജമ്പനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ട്രോളുകൾ ഉണ്ടായിരുന്നു. കുറെ ഈ വീഡിയോയില്ലേ, AI വീഡിയോ ജമ്പൻ തുമ്പൻ, അത് ക്രിയേറ്റ് ചെയ്തു. അത് രസം തോന്നി. ജമ്പൻ തുമ്പൻ ലൈവ് ആക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജമ്പൻ ഇവിടെ റെഡി. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. കറക്റ്റാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണ് AI ഉണ്ട്, ഇതുണ്ട്, എന്താണ് ഗ്രീൻ മാറ്റ് ഷൂട്ട് ചെയ്യാം. പക്ഷേ അൽത്താഫിനെ ജീവനോടുകൂടി അങ്ങനെ വെക്കാം എന്നുള്ള തീരുമാനം എന്താണ്?
ജീവനോടുള്ളതുകൊണ്ട് അല്ല, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അല്ലേ, CG ഒക്കെ ചെയ്ത് റെഡിയാക്കാം. പക്ഷേ ഇതിൻ്റെ ഒറിജിനാലിറ്റി എന്നുള്ളതാണ് ഇത് CG ചെയ്താലും എൻ്റെ പെർഫെക്ഷൻ വരില്ല. അതാണ് കറക്റ്റ് ആൻസർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുണീക്ക് ലുക്ക് ആ ക്യാരക്ടറിന് ഉണ്ട്. അപ്പൊ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവർ വെച്ചേക്കുന്നത്. കയ്യിൽ പ്രോസ്തറ്റിക് ഹെൽപ്പ് എടുത്തിട്ടുണ്ട്, കാലിലെ കാൽപാദങ്ങൾ, ചെവി, അതൊക്കെ വെച്ച് മുടിയൊക്കെ നേരെയാക്കിയപ്പോ നോക്കി ആ ചിരിയും കൂടെ അല്ല, ഹൈദർക്ക് ചോദിച്ചതിന്റെ ഒരു വശം എന്താന്ന് വെച്ചാല് നമ്മുടെ ആദ്യത്തെ ഇനീഷ്യൽ കോൺസെപ്റ്റില് നമ്മുടെ ഈ കോയി മിൽഗയിലെ ജാദു ഒക്കെ പോലെ ഒരു ക്രീച്ചർ ആക്കി പിടിച്ചാലോ എന്ന് ആലോചിച്ചിരുന്നു, ഈട്ടിയിലൊക്കെ ഉള്ള പോലെ. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് അതിനകത്തുള്ള ഇന്ററാക്ഷൻസ് അത്ര രസകരമായില്ല എന്ന് തോന്നി. ഒരു മനുഷ്യൻ തന്നെ പ്ലേ ചെയ്താലാണ് കുറച്ചുകൂടെ മനുഷ്യ സാദൃശ്യമുള്ള രൂപമാക്കാം. അപ്പോഴാണ് ഒരു ഹ്യൂമൻ ഇന്ററാക്ഷൻ കുറച്ചുകൂടെ പോസിബിൾ ആവുള്ളൂ. ഹ്യൂമർ, തമാശ കൂടുതൽ വർക്കാവണമെങ്കിൽ ഒരു വെർബൽ ആംഗിളിലൊക്കെ അത് വളരണം. അങ്ങനെ നമ്മൾ ആ ക്യാരക്ടറിന് മനുഷ്യ സാദൃശ്യമുള്ള ഏലിയൻ ആക്കാമെന്ന് തീരുമാനിച്ചത് അതിൻ്റെ ഒരു ഏർലി സ്റ്റേജിൽ. ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഈ പറയുന്ന അവിടെ ഒരു ആനിമേറ്റഡ് ഫിഗർ വരുമ്പോൾ ചിലപ്പം അത്ര കണ്ടത് അൽത്താഫ് പെർഫോം ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും അതൊരിക്കലും നമുക്ക് CG വെച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ലെവലിലുള്ള പ്ലേ അല്ല ഞങ്ങൾ പിടിച്ചിരിക്കുന്നില്ല. അവിടെ അൽത്താഫ് തന്നെ എന്നൊരു തീരുമാനം ഉണ്ടാവുമല്ലോ ഡയറക്ടറൊക്കെ. അതെന്തായിരുന്നു ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? അവനെന്തിനു ചോദിക്കുന്നത്, അൽത്താഫല്ലേ ചോദിക്കണ്ടേ? അല്ല, മൊത്തത്തിലൊരു ചോദ്യം ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മൾ ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഏർലി സ്റ്റേജ് മുതൽ ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഏറ്റവും ആദ്യം ഡിസ്കഷനിൽ വന്ന 1-2 പേരുകളിലൊന്ന് അൽത്താഫ് ആയിരുന്നു. അത് പ്രോബബ്ലി അദ്ദേഹത്തിന് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നി. അതങ്ങനെ ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ അത് എന്തുകൊണ്ടാണ്? ഒരു ചില പ്രത്യേക മീറ്ററിലുള്ള ഒരു പെർഫോമൻസ് ഇതിന് ആവശ്യമാണ്. എവിടെയോ പുള്ളി ചെയ്ത ഏതെങ്കിലും പരിപാടിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കാം. എനിക്കതിന് അങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് പറയാനൊരു റീസൺ കിട്ടുന്നില്ല. അൽത്താഫ് ചോദിച്ചിരുന്നോ ഞാൻ ചോദിച്ചില്ല. ഡയറക്ടറിന്റെ അടുത്ത്? മാറ്റി ഇനിയും നമ്മൾ ഒഴിവാക്കിയെങ്കിൽ ചോദിച്ചില്ല. വെറുതെ ഞാൻ ചെയ്തു, അപ്പൊ തന്നെ പോയി ചെയ്തു. ഭയങ്കര വാല്യൂ പോയില്ലേ നമുക്ക് ഇങ്ങോട്ട് വേഷം ചോദിച്ച് അവരെ ഡൗട്ട് അടിപ്പിച്ച്. അല്ല, അത് വേണോ എന്നൊക്കെ ചോദിച്ചാൽ എന്നാ വേണ്ട എന്നൊക്കെ പുള്ളി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവില്ലേ? ഇടയ്ക്ക് ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ ബേസിൽ ജോസഫിനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ബേസിലിന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അന്ന് ഈ പറഞ്ഞ പോലെ പുള്ളി 1.5 കൊല്ലം വെയിറ്റിംഗ്, അല്ലു അർജുന്റെ പടം കഴിഞ്ഞിട്ട് ഗേൾഡ് ഡയലോഗ് വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത ഓപ്ഷൻ എന്നല്ല, സെക്കൻഡ് അടുത്തത് പോകുന്നത് അൽത്താഫിലേക്കായിരുന്നു. അൽത്താഫ് ഇത് അറിഞ്ഞിരുന്നോ? ആദ്യം ബേസിലിനെ നോക്കിയെന്ന് അറിഞ്ഞിരുന്നോ? ബേസിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ബേസിലിനും ഇഷ്ടമാണ് ഈ സബ്ജക്റ്റും ഈ ആ ക്യാരക്ടറും ബേസിലിനും ഇഷ്ടമാണ്. പക്ഷെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം പിന്നെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, നമ്മൾ വേറെ ഒരു കാഷ്വൽ കോൺവെർസേഷൻ്റെ ഇടയിൽ എനിക്ക് വന്ന പ്രൊജക്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് അതിനെ അങ്ങനെ പറയല്ല, ബേസിൽ പെർഫോം ചെയ്തിരുന്നെങ്കിൽ വേറൊരു മീറ്റർ ആയേനെ. പക്ഷെ അൽത്താഫ് വേറൊരു സാധനം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര വർക്കായിട്ടുണ്ട്. അത് ജൂലൈ 30 കണ്ടിട്ട് പ്രഷർ തീരുമാനിക്കും അൽത്താഫ് പിടിച്ച മീറ്റർ എന്താണെന്നുള്ളത്. ആ മീറ്ററിൽ തന്നെ പടം കണ്ടിട്ട് ഞാൻ ആ മീറ്ററിൽ തന്നെ വിളിക്കാം. ബാലൻസ് ചെയ്ത് വിളിക്കാം. അപ്പൊ കുഴപ്പമില്ല, ബാലൻസ് ചെയ്ത് വിളിക്കാം. ഓരോ സിനിമകൾ ഉണ്ടാകുകയാണല്ലേ, ഓരോ സംവിധാനം ഉണ്ടാകുകയാണ്. ഈ സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾ 3 പേരും ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ചോദിക്കാം, നിങ്ങൾ 5 പേര് അല്ല, ഈ 2 പേരൊന്നും മാറ്റി നിർത്തിട്ട് ഈ 3 പേരിലേക്ക് വരുന്ന മാറ്റി നിർത്തണല്ല, ഇവർ വേറെ രീതിയിൽ നിന്നും വന്ന് സിനിമയിലേക്ക് എത്തിയവർ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നവരാണ് 2 പേരും. അതൊരിക്കലും ഞാൻ പറയുന്നില്ല, നിങ്ങളൊക്കെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒത്തിരി ഇൻ്റർവ്യൂസ് എടുത്തത്. ഈ നിങ്ങൾ ഓരോ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ സിനിമയുടെ വലിപ്പം അല്ലെങ്കിൽ ചെറുപ്പം അല്ലെങ്കിൽ എന്താണ് എൻ്റെ കഥാപാത്രം എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടാണ് സിനിമകൾ എടുക്കുന്നത്. അങ്ങനെയാണ് സിനിമ എടുക്കുന്നത്. ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന ബന്ധമാണ്, ആ വ്യക്തി വിളിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധം. അപ്പം ഫ്രീഡം ഉള്ളവരടുത്ത് നമുക്ക് യെസ്സും നോയും ഒരുപോലെ പറയാൻ പറ്റുന്നവരാണ്. 2 യെസ്സും നോയും പറയുമ്പോൾ വിഷമം തോന്നാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ഫ്ലോ ഉള്ളൊരു ബന്ധം.
അല്ലെ ഹെൽത്തി ബന്ധം റിലേഷൻ നമുക്ക് കാരണം പറയാം ഇന്നത് കാരണം നമുക്കത് വർക്കായില്ല. അപ്പം നീരജൊക്കെ ഒരു സിനിമയ്ക്ക് വിളിക്കുമ്പം ഡെഫിനറ്റ്ലി അതിൽ ഒരു രണ്ടാമത് ഞാൻ ചിന്തിക്കാറില്ല. ഞാനും നീരജും കൂടെ ഓൾമോസ്റ്റ് ഇതെനിക്ക് 8ാമത്തെയോ 9ാമത്തെയോ സിനിമയാണ്. അപ്പോൾ അയാൾ എന്നെ വിളിക്കുമ്പം ഡെഫിനറ്റ്ലി എന്നെ മെനക്കെടുത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്നെ പണിയെടുപ്പിക്കും. നീരജ് എന്നെ പണിയെടുപ്പിക്കുമ്പം എനിക്ക് നീരജിന് സിനിമ സെൻസുണ്ട്, റൈറ്റിംഗ് സെൻസുണ്ട്, ക്രിയേറ്റീവാണ്, ടാലൻറ്റഡ് ആണ്. അപ്പം ഈ പറയുന്ന പോലെ എനിക്ക് അവിടെ പോയി എന്താ അയാൾ പറയുന്നത് ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. അപ്പം നാച്ചുറലി ഞാൻ പ്ലൂട്ടോയെക്കുള്ള വിളിച്ചപ്പം വളരെ ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഈ വില്ലൻ അല്ലെങ്കിൽ മണ്ടം വില്ലൻ അല്ലെങ്കിൽ ശത്രുക്കളാണ് ഞങ്ങൾ പതിവില്ലാതെ ആദ്യമായിട്ട്. സാധാരണ എപ്പോഴും കൂട്ടുകാരനോ അല്ലെങ്കിൽ ഞാൻ ചേട്ടനോ ഒക്കെ ആയി. പക്ഷേ അതെനിക്കൊരു ഭയമുണ്ടായിരുന്നു, നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ്. അതെങ്ങനെ ഇപ്പോഴും എനിക്ക് പേടിയുണ്ട്, ഇല്ല എന്നല്ല. അത് ആൾക്കാർ റിസീവ് ചെയ്യണമെന്നുള്ളൊരു എന്താ പറയുക ഒരു പ്രാർത്ഥനയുള്ളൂ. അൽത്താഫോ? ഈ സിനിമയിലേക്ക് ഈ ഈ സിനിമ ഓഫ്കോഴ്സ് ഈ ഏലിയൻ എന്നൊരു കഥാപാത്രമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സ്ക്രിപ്റ്റ് എന്തായാലും വായിക്കണം. അപ്പോൾ ഡ്രാഫ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം ഈ ഫൺ സോണിൽ തന്നെ വന്ന പരിപാടിയാണ്. നമ്മുടെ സേഫ് സോൺ എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയിൽ കിടന്ന് കളിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ചില മാനറിസംസും ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില എഡിറ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ധൈര്യമായിട്ട് യെസ് പറഞ്ഞു. വിളിച്ചത് കൺട്രോളർ തന്നെയാണ് വിളിച്ചത്. ആസ് യൂഷ്വൽ കൺട്രോളർ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, കഥ പറയണമെന്ന് പറഞ്ഞ് റൈറ്റർ ഇങ്ങനെ ഒന്ന് കഥ പറഞ്ഞു. അങ്ങനെ നീരജ് തുടക്കം മുതൽ സിനിമയുടെ ഭാഗമാണ്. തുടക്കം നീരജിൽ തന്നെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത് കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. ആ നീരജ് അജുവായിട്ടുള്ള ആത്മബന്ധങ്ങൾ ഇപ്പോൾ അജു എന്ന് പറഞ്ഞല്ലോ, എത്ര 9 സിനിമകളോടെ ഓരോ റൂട്ടിലേക്കും ഓരോ സുഹൃത്ത് ബന്ധങ്ങൾ വലുതായിരിക്കുമല്ലോ ഒരേ സിനിമയ്ക്ക്. ഇപ്പം അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ നീരജ്? കുറച്ച് സിനിമാ സുഹൃത്തുക്കൾ കുറച്ച് പേരേ ഉള്ളൂ. അവരെ നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിയ ആളുകൾ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ ഭാഗമാകുന്ന അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റീവ് കൺട്രോളിലോ അല്ലെങ്കിൽ ഞാൻ ആ പ്രൊജക്റ്റിൻ്റെ ഡിസൈനിൻ്റെ എന്തെങ്കിലും ഭാഗമാണെങ്കിൽ ഞാൻ അതിൽ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അജുവേട്ടൻ, എനി ഓഫ് മൈ ഓൺ പ്രോജക്ട്സ്. അപ്പോൾ പുള്ളി ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം വെച്ചിട്ട് നമുക്ക് അധികം ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അപ്പം അജുവേട്ടനെ ഞാൻ നേരിട്ടാണ് വിളിക്കുന്നത്. അൽത്താഫിനെ ഇതിനു മുന്നേ ഞങ്ങൾ തമ്മിൽ പരിചയമില്ല, അല്ലെങ്കിൽ ഞാൻ വിളിച്ചേനായിരുന്നു. ഞങ്ങൾ ഈ പടത്തിലാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു പരിപാടി വിശ്വസിച്ച് ഇറങ്ങുമ്പം വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ എൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് പുള്ളിയൊക്കെ. അജുവേട്ടൻ തന്നെ ആയിരിക്കും ആദ്യത്തെ പേര് എനിക്ക് എപ്പോഴും പറയാൻ പറ്റുക. കാരണം പ്രോബബ്ലി ദർ ഇസ് എ ട്രസ്റ്റ് ആൻഡ് എ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി. അൽത്താഫായിട്ട് ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ? അതെ അതെ അതെ, ഞങ്ങൾ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യണം. ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല? ഇല്ല, ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. അതെയോ? അതെ അതെ അതെ. ഈ സിനിമാ മേഖല ഉണ്ടായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് പോലും ഇല്ല? അങ്ങനെ സിനിമാ മേഖലയിലുള്ള എല്ലാവരും തമ്മിൽ അങ്ങനെ സംസാരമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മീറ്റിങ്ങിന് വരുമ്പോൾ ഒന്നും കാണാറില്ല? എന്ത് മീറ്റിംഗ്? ഞാൻ മീറ്റിങ്ങിനൊന്നും പോകാറില്ല. അമ്മയിൽ ഇല്ലാത്തതുകൊണ്ട് പോകാറില്ലോ? അമ്മയിൽ ഉണ്ട്, എന്നിട്ടും പോകാറില്ല. ഇവര് തമ്മിൽ കാണാറൊന്നുമില്ല അല്ലേ? പുള്ളിയും വരാറൊന്നുമില്ല. അൽത്താഫ് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. എവിടെ? ഇതുവരെ വന്നിട്ടില്ലേ? അമ്മയൊന്ന് പുറത്തങ്ങോട്ട് വന്നു എന്നൊക്കെ പറയാം. ഇല്ല, ഞാൻ അമ്മയിലില്ല. ഇല്ല അല്ലേ? അൽത്താഫ് ഇല്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് കണ്ടിട്ടില്ല. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ, അമ്മ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇതിലേക്ക് വരുവാം. നിങ്ങൾ 2 കഥാപാത്രങ്ങൾ ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ അജുവായിട്ട് നേരത്തെ സിനിമയിൽ അഭിനയിച്ചു, നീരജുമായിട്ട് ഇതിനു മുമ്പുള്ള കണക്ഷൻ എങ്ങനെയാണ്? അല്ല, ഞങ്ങളും ഇല്ല, അജിച്ചേട്ടനായാലും ഞാൻ നേരിട്ട് ഈ പടത്തിലാണ് കാണുന്നത്. ഒരുമിച്ച് സീൻസ് ഒന്നും ഇല്ല, പക്ഷെ അല്ലാതെ കണ്ടു സെറ്റിൽ വെച്ചിട്ട്. ആ ഇതേ ഉള്ളൂ. എന്ത് സൈലന്റ് ആണ്, ഇങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല, നിങ്ങൾ പുറത്തിങ്ങനെ അല്ലായിരുന്നു. രണ്ടുപേരും അഭിനയിക്കുകയാണ്. ഇതിനുള്ള റിയാക്ഷൻ ഒന്നുകൂടെ എടുത്ത ഇത്ര നാച്ചുറൽ ആയിട്ട് കിട്ടൂല. ഹൈ സ്പീഡിലാ അത് കട്ട് വരുമ്പോ അങ്ങനെ. അല്ല അജു, അല്ല ഞാൻ ചോദിച്ചു. അല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ട് അയച്ചേട്ടനെ നീരജേട്ടനെ നമ്മളവിടെ കണ്ടത്. നീരജനെയും 3 പേര്. നമ്മള് പൂജയ്ക്കുണ്ട്. അതന്നെ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ പടം ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഒരു കഥാപാത്രങ്ങൾ, ഇവരുടെ കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ കഥാപാത്രം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. ഇതിലെ കഥാപാത്രങ്ങൾ എന്താണ്? ഞാൻ നീരജേട്ടന്റെ അനിയനായിട്ട് ഉള്ള ക്യാരക്ടറാണ്. നല്ലവനായ ഉണ്ണി. അങ്ങനെ ആ ഒരു ഇമേജ് ഉള്ള
എന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് പിന്നെ ജീവിതത്തിലുള്ള ഇമേജ് ഏതാ ജീവിതത്തിലുള്ള image. തരാം ഞാൻ അപ്പം ഇതാണെങ്കിൽ ഈ പടത്തിൽ തരാൻ ഞാൻ അത് അൽത്താഫ് പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, ചേട്ടനെ കേൾക്കാത്ത. അഥവാ അഭിനയിക്കുകയാണ് എന്താ കേൾക്കാത്ത പോലെ ഇങ്ങനെ തന്നെ ഇരിക്കുക അപ്പുറത്ത്. അല്ല ഇതാണെങ്കിൽ ഈ പടത്തിന്റെ ഭാഗം പറ്റി ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ അതൊക്കെ സന്തോഷം. കാരണം നമ്മളൊക്കെ ഇപ്പൊ വന്നേ ഉള്ളൂ, ഞാനും സുബിനണ്ണനും ഒക്കെ. അത് സന്തോഷം അത്രേ ഉള്ളൂ. ഈ സുബിൻ അണ്ണനുമായിട്ട് എങ്ങനെയാണ്? കാരണം ഞങ്ങള് പിന്നെ ഇത്രയും സെറ്റപ്പിൽ ഇല്ലല്ലോ, ഞങ്ങള് കുറച്ചുകൂടെ ഞങ്ങള് റീൽസ് പരിപാടിയിൽ വന്ന ആൾക്കാർ. ആ ഒരു ഇപ്പൊ ഞാൻ ആരായി കാണുന്നവരുടെ മുന്നിൽ നമ്മള് മറ്റേ അല്ലല്ല അങ്ങനല്ല, ഒരിക്കലും അങ്ങനല്ല അങ്ങനല്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഓൾറെഡി മനസ്സിലുള്ളത് നീ പറയണത് നമുക്ക് എല്ലാവർക്കും അല്ല ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ഈ പടത്തിന് മുമ്പ് എനിക്ക് സുബിനണ്ണായിട്ടേ ഉള്ളൂ. ഞാൻ അല്ല അത് അന്ന് കുഴപ്പമുണ്ടല്ല, ഞങ്ങൾ രണ്ടുപേരും കമ്പനി. ഇപ്പൊ എനിക്ക് അത് കണക്ക് നീരജേട്ടനായാലും അൽത്താഫിക്കായിട്ട് കൂടുതലും കമ്പനി. ഇപ്പം ഞങ്ങൾ തമ്മി അൽത്താഫിക്കായിട്ടൊക്കെ ചെയ്തു. കോമ്പിനേഷൻ ചെയ്ത് നല്ല പേഴ്സണലി ഇപ്പൊ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ബന്ധമുണ്ട്. അങ്ങനെയാണല്ലോ സിനിമയിൽ പരിചയപ്പെട്ട് വരുമ്പോഴാണല്ലോ ബന്ധം സ്ഥാപിക്കണം. അപ്പം അത് നല്ലപോലെ പോട്ടെ. ആ ബന്ധം അൽത്താഫ് എത്രമാത്രം ഉൾക്കൊണ്ടു? നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്നു. അങ്ങനെയാണ് അൽത്താഫ്. പുള്ളി ബ്രേക്ക് ടൈമിലൊക്കെ ഒരുപാട് സംസാരിച്ചിരിക്കുന്ന ഒരു വളരെ സോഷ്യൽ ആയിട്ടുള്ള മനുഷ്യനാണ്. അൽത്താഫ് എങ്ങനെയാണ് എനിക്കറിയാം കൃത്യമായിട്ട്. അൽത്താഫ് അങ്ങനെ വെറുതെ ഇരിക്കാറില്ല, എല്ലാവരോടും സംസാരിക്കും. ഞാൻ ലൊക്കേഷനുകളിൽ സംസാരിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ എപ്പോഴും ചിന്തയിലായിരിക്കും. എന്താണ് അങ്ങനെ? അങ്ങനെ ആയതുകൊണ്ട് ഈ സിനിമയുടെ ഒരു ഭാഗം താങ്കൾ ഉള്ളതുകൊണ്ടാണോ അങ്ങനെ ചിന്തിക്കുന്നത്? അല്ല എല്ലാ ലൊക്കേഷനിലും അങ്ങനെയാണോ? എല്ലാ ലൊക്കേഷനിലും അങ്ങനെ. അവിടെ കുറച്ചുകൂടെ പ്രീ ഓക്യുപ്പൈഡ് ഇൻ ദാറ്റ് സ്പേസ്, ഇൻ ദാറ്റ് അങ്ങനെ. ഈ ഇവരിങ്ങനെ അണ്ണ അണ്ണന്ന് വിളിച്ചോണ്ട് നമ്മള് വേറൊന്നുമല്ല നമ്മള് മുമ്പോട്ടെ ഈ നല്ല പ്രായമുണ്ട്. നമ്മള് വീഡിയോസ് നല്ല പ്രായമുള്ളല്ലേ, അവന് ഒരുപാട് പ്രായം കൊണ്ട് സംഭവിച്ചല്ലോ. അല്ല നമ്മള് ഈ വീഡിയോസ് ചെയ്യണോണ്ട് പണ്ടോട്ട് പരസ്പരം ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഇടാറുണ്ട്. ഇതിനു മുമ്പ് ഒരു പടം, ഒരു സിനിമയിൽ ആ പടം ഇറങ്ങിയിട്ടില്ല. ആ പടത്തിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവിടെ തൊട്ട് തുടങ്ങിയ കമ്പനിയാണ്. പിന്നെ ഇവര് എറണാകുളത്ത് വന്നാലും എന്റെ കൂടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ബാധ്യതയാ. ബാധ്യതയല്ല, സന്തോഷ വരാൻ വേണ്ടിട്ട് പറയും ചുമ്മായിക്കുമ്പോ. അങ്ങനെ വന്ന് അപ്പൊ നമുക്ക് ആദ്യം അമീന്റെ കൂടെ പ്രകമ്പനത്തിൽ ചെയ്തായിരുന്നു, പിന്നെ ഇപ്പൊ എവന്റെ കൂടെ ഇതില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ സിനിമയിൽ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഈ പടത്തിൽ നമ്മള് ലൊക്കേഷനിൽ ഫുൾ ടൈം ഉണ്ട്. ഈ പടത്തിൽ എന്റെ റോൾ എന്ന് പറഞ്ഞാൽ എൻജയുടെ ഫ്രണ്ടാണ്. സകല മണ്ടത്തരത്തിനും കൂടെ നിൽക്കുന്ന എന്ന കൊട്ടിപ്പാളി തരത്തിലുള്ള ഒരു ക്യാരക്ടർ. ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ജോസ് എന്നാണ് പുള്ളിയുടെ പേര്. ഇപ്പൊ പുള്ളിയുടെ അപ്പന് കുറച്ച് കാശൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അതും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മള് കുറെ പരിപാടികൾ ഇങ്ങനെ തുടങ്ങി എന്നെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ അതിനുശേഷമാണ് കഥ മാറുന്നത്. ജൂലൈ 30 കാണാൻ പോകുന്നു അല്ലേ? ഇവൻ എന്റെ അനിയനാണ്. അനിയനാന്ന് പറഞ്ഞു. ഈ സുഹൃത്തുമാണ് അല്ലേ? ഇതിൽ ഏറ്റവും തലവേദന അനിയനെ കൊണ്ടായിരുന്നു ചേട്ടനെ കൊണ്ടായിരുന്നു? അല്ല, ഇവൻ അനിയൻ സൈലന്റ് ആയിട്ടുള്ള തലവേദനയാണ്. അതൊക്കെ സിനിമ കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ. അവൻ നല്ലവനായ ഒരു ഉണ്ണിയും ഏറ്റവും തല തെറിച്ച എല്ലാവർക്കും ബാധ്യതയാവുന്ന ഒരു കഥാപാത്രം. അജുവായിട്ട് ഈ ബാക്കി അൽത്താഫ് അജുവായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്? അജു ചേട്ടനായിട്ട് ക്ലൈമാക്സിലോട്ട്. അജു ചേട്ടൻ ഇപ്പോഴും അറിയത്തില്ല ഡ്രാക്കുളയുടെ വേഷം വിട്ടത്. അജിച്ചേട്ടൻ ലൊക്കേഷനിൽ വരുമ്പോഴെല്ലാം ഞാൻ മറ്റേ മേക്കപ്പിലായിരിക്കും. എനിക്ക് എന്റെ സ്വന്തം രൂപത്തിൽ അജിച്ചേട്ടനെ ഗെറ്റപ്പായിരുന്നു ഡ്രാക്കുള. എന്റെ സ്വന്തം രൂപത്തിൽ എനിക്ക് അജിച്ചേട്ടനെ കാണാനേ പറ്റിയിട്ടില്ല. ഞാൻ രാവിലെ 6:30 മേക്കപ്പ് ഇടും. ഇവരെല്ലാരും പോയാലും ഞാൻ അത് കഴുത്തിരത്തില്ല. അത് മറ്റേ വൈറ്റ് കളർ പെട്ടെന്ന് പോകത്തില്ല. അപ്പൊ ഞാൻ പല്ലും വെച്ച് മറ്റേ ലെൻസും വെച്ച് അജിച്ചേട്ടനോട് സംസാരിച്ചോണ്ടെങ്കിൽ ഇരിക്കും. പിന്നെ എന്റെ മനസ്സിലുണ്ട് അയച്ചേട്ടാ ഞാൻ ഇനി എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ മാറ്റിട്ട് വരുമ്പോ എന്നെ തിരിച്ചറിയാതിരിക്കുന്നത്. പക്ഷെ അയച്ചേട്ടൻ അറിയാം. അൽത്താഫിക്ക് ഞാനൊരു കോമ്പിനേഷൻ ഉണ്ട്. നമ്മള് സംസാരിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അങ്ങോട്ട് പോവാറൊക്കെ ഉണ്ട് ഫ്ലാറ്റിലോട്ടൊക്കെ. ഇവിടെ കാക്കനാട്. ഇവിടെ നിങ്ങളങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. നീരജും കൊച്ചി തന്നെയാണ്, അജുവും കൊച്ചി തന്നെയാണ്. ഇനി ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റിലേക്ക് വിളിക്കണം. അതെ, അജിച്ചേട്ടനൊക്കെ ഫുൾ ടൈം ഫ്രീ അല്ലല്ലോ. ഇത് വിളിച്ചാ മതി. നല്ലൊരു സിനിമയുടെ ഭാഗമായല്ലോ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള. അതെ, അത് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഈ ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയതിന് ഞാൻ ഭയങ്കര പ്രൗഡായിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷം.
കാരണം നമ്മൾ സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആരാധിച്ചിരുന്ന ആൾക്കാരെ എല്ലാവരുടെയും കൂടെ അഭിനയിക്കാനും അവരോടൊപ്പം ഒരു സ്പേസ് പങ്കിടാനും പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇവന്റെ കൂടെ മാത്രം നോക്കി എപ്പോഴും നോക്കി കൈകാര്യം ചെയ്യണം ജീവിതത്തിലേക്ക്. അത് ഞാൻ എപ്പോഴും തന്നെ ഒരു ആണല്ലേ? ഉപദേശമായിട്ട് ഇത് പേഴ്സണലി പ്രായം എനിക്കാളും അവര് തമ്മില് ചെറിയ ശത്രു. എങ്ങനെ ഒരിക്കലും അല്ല. ഓ ഈ സിനിമയിലേക്ക് വീണ്ടും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമ കാണാൻ കുട്ടികൾ ഉൾപ്പെടെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായി മാറിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ, അല്ലെ? ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ കാണാൻ കുട്ടികളും പേരൻസും എല്ലാവരും ഒരുമിച്ച് വരുന്ന സിനിമയാണ്. അത്തരം സബ്ജക്റ്റുകൾ ഇപ്പോൾ കുറവാണ്, അല്ലെ? പൊതുവേ കുറവാണ്. ഒന്നിലെ ഫാമിലി സിനിമ വെച്ചാൽ പക്കാ ഫാമിലിയിലേക്ക് പോകുന്നത്. ഇത് എല്ലാം കൂടി ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഇത്തരം സിനിമ വിജയിക്കാൻ വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഈ പ്രേക്ഷകർ ഇത് കാണണമെന്ന് നീരജിന് പറയാൻ ഒറ്റവാക്കി പറയാൻ എന്തായിരിക്കുള്ളൂ? പ്രേക്ഷകർ ഇത് കാണണം ഈ സിനിമ. പ്രൈമറിലി ഹ്യൂമറാണ്. കാരണം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീൽസും ഷോർട്സും യൂട്യൂബൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻഗേജ്ഡ് ആവുന്നത് ഹ്യൂമർ കണ്ടന്റില്ല. അപ്പോൾ ഇപ്പോൾ ഇവർ ചെയ്യുന്ന കണ്ടന്റ് എല്ലാം ഹ്യൂമറാണ്. അപ്പോൾ ആൾക്കാർക്ക് ചിരിക്കാൻ ഇഷ്ടമാണ്, അല്ലേ? അപ്പോൾ ചിരിപ്പിക്കുന്ന പടങ്ങൾ എല്ലാ കാലത്തും നന്നായിട്ട് ചിരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ അത് പറയും. സെക്കൻഡ്ലി ഇതിൻ്റെ ഒരു സൈഫൈ ആംഗിളിനകത്തൊരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഒരു ഏലിയൻ വരുന്നു. ഏലിയൻ കേരളത്തിൻ്റെ, നമ്മൾ അമേരിക്കയിൽ ഏലിയൻ വന്നിട്ടുള്ള കുറേ പടം കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ഒരു ജോഗ്രഫിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു വിഷ്വൽ എസ്തെറ്റിക്കലി നമുക്ക് പോപ്പ് കളേഴ്സൊക്കെ ആയിട്ടുള്ള വിഷ്വൽസാണ്. ഒരു 8ഓളം പാട്ടുകളുണ്ട് സിനിമയിൽ, ഡാൻസ് ചെയ്യാൻ പറ്റിയ പാട്ടുകളുണ്ട്. അപ്പം ഇൻ എ വേ ഇറ്റ്സ് എ സെലിബ്രേഷൻ. അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമ, പിള്ളേരൊക്കെ ആയിട്ട് വീക്കെൻഡിൽ പോയാലും ആയിക്കോട്ടെ, യങ്സ്റ്റ് ഫ്രണ്ട്സായിട്ടായിക്കോട്ടെ, ഒരു തിയേറ്ററിൽ ഇരുന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു പടമായിരിക്കും ഇത്. അപ്പോൾ അത്രയാണ് നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ. നമ്മൾ ഈ ജോണറിൽ അല്ലെങ്കിൽ ഇതിനോട് സാമ്യമായിട്ടുള്ള പല പടങ്ങളും നമ്മൾ മുന്നേ ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ CID മൂസ കണ്ടവർക്ക് ഉറപ്പായിട്ടും അതുപോലൊരു പടമായിട്ടൊന്നും നമുക്കിതിനെ അവകാശപ്പെടാനേ പറ്റില്ല. പക്ഷെ ആ ജോണർ ഇതിനകത്ത് പെടുത്താവുന്ന ഒരു പടമാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ അടികപ്പിയാരെ കൂട്ടമണിയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും വെക്കാവുന്ന പടമാണ്. അപ്പോൾ ഈ പടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടാവുന്നതാണ്. എലമെന്റ്സ് ഈ സിനിമയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ. ഈ ഇപ്പൊ പറഞ്ഞ അമേരിക്കയിലെ എലമെന്റ്സിനെ കുറിച്ച് പറയാറുണ്ട്, പക്ഷെ കേരളത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. കേരളത്തിൽ എത്തുമ്പോൾ പ്രേക്ഷകർ എന്തായിരിക്കും ചോദിക്കുക അതിനെക്കുറിച്ച്? ഇത് പറഞ്ഞിട്ടൊരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു സിനിമയാണ്. എല്ലാവരും കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ട് നിന്നിട്ട് ഒരു കോമിക് രീതിയിൽ പോകുന്ന, പക്ഷേ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു പടം കൂടിയാണ്. സൈഫൈ ആംഗിളും ഇതൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പടമാണ്. അപ്പോൾ എല്ലാവർക്കും ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരായിട്ട് ഇത് കണക്ട് ആവുന്ന തന്നെയാണ് പ്രതീക്ഷ. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ പറയുമ്പോൾ ഏത് ലൊക്കേഷനിലായിരുന്നു, എത്ര ദിവസം എടുത്തിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി? നമ്മൾ ശരിക്ക് ഒരു 70-75 ദിവസത്തിന് മുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ടു 80 days. അതിനകത്ത് കുറച്ച് പാച്ചസും പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഈ പ്രോസ്തറ്റിക്സും ഈ സൂട്ടിൻ്റെയൊക്കെ കുറച്ച് മാൽ ഫങ്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇവിടെ ഒരു ലൈറ്റ്, നെഞ്ചത്തൊരു ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനമൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന പരിപാടിയല്ല. അപ്പോൾ അത് കാരണം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കുറച്ച് അധികം ദിവസം പോകേണ്ടി വന്നിട്ടുണ്ട്. എറണാകുളം പരിസരത്താണ് അധികം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ സിനിമയിൽ എറണാകുളം എന്ന് പറയുന്നില്ല. നമ്മളൊരു സാങ്കല്പിക കളാപ്പനംകോട് കടപ്പുറം എന്നാണ് പറയുന്നത്. സ്ഥലം പറയുന്നത് അങ്ങനെയാണ്. അതെ, നമ്മളങ്ങനെ ഒരു സിറ്റിയുടെയും ഒരു ഗ്രാമത്തിൻ്റെയും നടുക്കുള്ള ഒരു സെമി അർബൻ ലാൻഡ്സ്കേപ്പാണ്. എൻ്റെ വീടൊക്കെ വരുന്നത് കുറച്ച് ജാതിക്കത്തോട്ടമൊക്കെ കുറച്ച് പറമ്പൊക്കെ ഉള്ള വീടാണ്. പക്ഷെ കഥ നടക്കുന്ന ടൗണിലും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റിയുടെ ബോർഡറിലുള്ള ഒരു സ്ഥലം, അങ്ങനെയാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. ബീച്ചും വരുന്നുണ്ട്. അൽത്താഫ്, ഈ രണ്ടുപേരെ കുറിച്ച് ഇപ്പൊ ഈ സിനിമയിൽ വന്നപ്പോൾ ഇവരെ കുറിച്ച് പഠിച്ചത്, ഈ അൽത്താഫ് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത്, ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെ നമുക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവരെ ഇത്ര ദിവസത്തെ കൂട്ടുകെട്ടിൽ നിന്ന് ഇല്ല, അനുയോജ്യമായി ഇവർക്ക് ചേർന്ന കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ ഉൾക്കൊള്ളിക്കാൻ പറ്റുമല്ലോ. അത് മനസ്സിലുണ്ട്, മൈൻഡിലുണ്ട്. ഇവർക്ക് വേണ്ടിയില്ല, അതിന് പറ്റിയൊരു കഥാപാത്രം ഇവർക്ക് കൊടുക്കും.
അങ്ങനെയല്ല, കഥയാണല്ലോ ഫസ്റ്റ് വരുന്നത്. അത് മീൻസ് ഇവരുടെ റൂട്ടിൽ കൂടിയാണ് പോകണമെങ്കിൽ തീർച്ചയായും ഇവർ ആ വണ്ടി കയറിയിരിക്കും. ആ വണ്ടി നമ്മള് കൂടെ തോന്നുന്നു അല്ലേ? ഗാഡി കയറിയിരിക്കും. പിന്നെ അല്ല കർണാടക അങ്ങനെ ഇത് വന്നാൽ നമുക്ക് സന്തോഷമല്ലേ? ചെയ്യും ഉറപ്പായിട്ടും. അത് അൽത്താഫിന്റെ മനസ്സിൽ നിങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ അത്രയും അൽത്താഫിനെ നിങ്ങൾ ശീലിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഉറപ്പിച്ച് ഞാൻ പറയാൻ പറ്റും. ഇങ്ങനെ ഒരാളെ അൽത്താഫിനെ അങ്ങനെ പിടുത്തം കിട്ടുന്ന ആളല്ല. അൽത്താഫ് ലൊക്കേഷനിൽ ഇതാലും ഇങ്ങനെ വർത്താനം പക്ഷെ നിങ്ങൾ അൽത്താഫിനെ വശീകരിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴും കണ്ടതാണ്. വശീകരണോ? അങ്ങനെ കിട്ടാല് കുറച്ചൊന്നും അല്ല വലിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യം. ഞാൻ അപ്പൊ വശീകരണം ഇവര് ചിലപ്പോ ആ ഒരു വൈബ് സെറ്റ് ആയണ്ടായിരിക്കും. അത് അങ്ങനെയാണ്. നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടല്ലോ. ഉണ്ടോ? അതേപോലെ ഇത് കണക്ക് നമ്മള് പക്ഷേ ഇക്കടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ടല്ല കൂട്ടുകൂടിയത് അല്ലാണ്ട് ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടാണ്. അതാണ് ഇക്കാര്യം പറഞ്ഞ അങ്ങനെ ഒരു ക്യാരക്ടർക്ക് എഴുതി നമ്മളെ ഇതാക്കുവാണെങ്കിൽ ഇക്ക വിളിച്ചാൽ നമ്മൾ പോകും. സന്തോഷം. ഉറപ്പായിട്ടും അടുത്ത സിനിമയിലുണ്ട്. അടുത്ത പണിപ്പുരയിലാണ്. ഞാനും കൂടെ ഒന്ന് കഥ കിട്ടിയോ? കഥ കിട്ടിയിട്ടുണ്ട്. അൽത്താഫിന്റെ കഥ കിട്ടിയിട്ടുണ്ട്. അജുവിന്റെ അടുത്ത് എപ്പോഴും ചോദിക്കണമെന്നുള്ള ചോദ്യമാണ്, പ്രേക്ഷകരുടെ ആവശ്യമാണ്. ധ്യാന്റെ ഇന്റർവ്യൂവും അജുവിന്റെ ഇന്റർവ്യൂ ഒരേ പാറ്റേണിൽ പോകുന്നുണ്ട്. ധ്യാനെ കണ്ട് അജു പഠിച്ചാണ്, അജുവിനെ കണ്ട് ധ്യാൻ പഠിച്ചാണ്. അവനെ കണ്ട് ഞാൻ പഠിച്ചതാണ്. നമ്മൾ ഈ ഒരു നല്ല കാര്യവും ഒരു മോശം കാര്യവും അതുപോലെയല്ലേ. കുറെ നാൾ നമ്മൾ ചേർന്നിരിക്കുമ്പോൾ അല്ല ഏതുവാണെന്ന് താങ്കൾ പറഞ്ഞു, നമ്മൾ പഠിക്കുമല്ലോ. അത്രേ ഉള്ളൂ. ഇൻഫ്ലുവൻസ് ആവുമല്ലോ. മുല്ലപ്പൂമ്പൊടി ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും കൊണ്ട്. അതെ അതെ, അതാണ് ധ്യാനിൽ നിന്നാണ് കൂടുതൽ പഠിക്കുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞു വരുമ്പോ ഒരു കാര്യം കൂടെ ചോദിക്കാന്ന് പറയാം. അടുത്ത സിനിമയിലേക്ക് എനിക്കറിയില്ല എന്താ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാന്ന് പറയാത്. അപ്പൊ വലിയ വൈറലായല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ലോഞ്ചിന്റെ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു. താങ്കളാണല്ലോ ഇതെല്ലാം പഠിപ്പിച്ചു വിട്ടത്. ആരെ? അവനെ പ്രസംഗിക്കാൻ. അല്ല, ഞാനും ഭഗത്ത് വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി അവിടെ എത്തി 1 മണിക്കൂർ മുന്നേ. അതെ, ഞങ്ങൾ നിങ്ങളെ കണ്ടില്ല. ഞങ്ങൾ അകത്ത് കയറി ഇരുന്നു കസേറയിൽ. പിന്നെയും 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു വന്നപ്പോഴേ നിങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യമുണ്ട്, സത്യമല്ലേ? അജുവിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ പിന്നെ പ്ലാൻ ചെയ്തത് നിങ്ങളല്ലേ? അല്ല, അജുവിട്ട് മാത്രമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് പിന്നീട് അത് വേറെ റൂട്ടിലൊക്കെ പോയി. റൂട്ടിലേക്ക് അജു ആണെങ്കിൽ അഡ്വാൻസ് ക്ഷമാപണം നടത്തി. CM-ന്റെ അടുത്ത് ക്ഷമാപണമൊക്കെ നടത്തി. ഇത് കൂട്ടുകാരൻ എന്നാന്ന് പറയണേ? അവനെ വട്ടാന്ന് തമിഴിൽ പറഞ്ഞ പൈത്യം. അല്ല, കൂട്ടുകാരന് പറയണ വാക്ക് നൻപൻ. നൻപന് പൈത്യം. അതെ, അല്ല അങ്ങനെയല്ല പറഞ്ഞത്. അത് മുൻകൂർ മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. അത് പിന്നീട് അല്ല, പണ്ട് തൊട്ടേ ഞാൻ പറയാറുള്ള നമ്മളുടെ ആത്മാർത്ഥമായിട്ട് പരിചയമുള്ളൊരു സുഹൃത്തിന് വട്ടായി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്തൊരു കുട്ടി നമ്മുടെ കൂട്ടുകാരൻ, നമുക്ക് അയാളെ നമുക്ക് ഒഴിവാക്കാനും പറ്റൂല, കൊണ്ടു നടക്കുകയാണല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രേ ഉള്ളൂ. കൃത്യമായിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ട്, ഞാനടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പക്ഷെ ഇത് അഡ്വാൻസ് ഇത് അവിടെയും പോയി ജാമ്യം എടുത്തു അജു. അജുവിന് മനസ്സിലായി. ഞാൻ പറയുമ്പോൾ അതിന് ഒരു ബ്രേക്കോ ബെല്ലോ ഒന്നും ഇല്ലല്ലോ. അവിടെയും പോയി ജാമ്യം എടുത്തു. പിന്നെ ഞാൻ അജു പിറ്റേ ദിവസം ചെന്നൈക്ക് ഷൂട്ടർ പോകണം. എന്നോട് എന്താ പറയണേ? തിരിച്ചൊന്ന് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഇങ്ങനെ ആവാനും പറ്റല്ല. അത് അവിടെ പോയി അവരോട് സംസാരിച്ചു അല്ലേ? സംസാരിച്ചില്ലേ? ആരോട്? CM-ന്റെ ആളുകളുള്ളൂ. അറിഞ്ഞിട്ടുണ്ട്. ഈ ട്രോളുകൾ അവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്നു നമുക്ക് അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ വകവെക്കാത്തത് കൊണ്ടാണോ നമ്മൾ പ്രേക്ഷകരെ ഭയങ്കര വില കുറച്ച് കാണരുത്. അവർക്കിതിലും മികച്ചതായ കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ അവരുടെ ജീവിതത്തിൽ സമയം മാറ്റി വെച്ചേക്കുക. ഇതൊന്നും അവരെ ബാധിക്കുന്നതോ അവരെ നമ്മൾ വില കുറച്ച് കാണുന്ന കാര്യം ഇതൊക്കെ അവർ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു. അവർക്കിതൊക്കെ ഏതൊക്കെയോ ചെറുക്കന്മാർ എവിടെയൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, കുറേ മണ്ടത്തരങ്ങൾ, അത്രയൊക്കെ ഉള്ളു പ്രേക്ഷകർക്ക്. നമ്മൾ ഈ ഓൺലൈൻ മീഡിയക്ക് വേണ്ടിയാണ് ഇതൊക്കെ എന്ന വലിയ കാര്യം. ഞാനായിട്ട് പിന്നീട് സംസാരിച്ചില്ല വന്നിട്ട്. പിന്നെ
അപ്പൊ ധ്യാനം പറഞ്ഞു ഞാനിതെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ, ആ. ആഘോഷിക്കുന്നുണ്ടാവും, ധ്യാനാ ഉണ്ടാവാം. ഞാനൊരു ഭയം വന്നിട്ടുണ്ടോ? ഛേ, ഇല്ലല്ലോ. അങ്ങനെ ഭയം വേണമെങ്കിൽ ഒരു മിനിമം ബുദ്ധി വേണം അല്ലേ? നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാമല്ലോ. പേടിയുള്ള ഒരാളാണല്ലോ നോക്കി ക്രോസ് ചെയ്ത്. അപ്പൊ ഭയം വേണം. അത് ചെറിയൊരു ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ നിങ്ങളെപ്പോലുള്ള കൂട്ടുകെട്ട് ആത്മാർത്ഥമായ കൂട്ടുകെട്ടാന്ന് എനിക്ക് ശരിക്കും അറിയാവുന്നതാണ്. അപ്പൊ കൂട്ടുകാരനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആത്മാർത്ഥമായ കൂട്ടുകെട്ട് തന്നെയാണ്. പിന്നെ അത്തരം കൂട്ടുകെട്ട് നിങ്ങൾ ഇനി ധ്യാൻ്റെ ഒരു രീതി ഇതൊക്കെ നമുക്ക് പണ്ട് തൊട്ടേ അറിയാം. ഇപ്പം പ്രേക്ഷകർ ധ്യാൻ്റെ ഒരു സംസാരം കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ലവ് ആക്ഷൻ ഡ്രാമയുടെ പ്രൊമോഷന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. JB ജംഗ്ഷൻ്റെ ഇൻ്റർവ്യൂവിന്, ബ്രിട്ട സാറിൻ്റെ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ നിർബന്ധിച്ച് പ്രഷർ ചെയ്തിട്ടാണ് ധ്യാൻ ഇരുന്നത്. അന്നൊന്നും ഇങ്ങനെ ഇരിക്കാൻ പുള്ളിക്ക് ഇഷ്ടമല്ല. ഈ കോവിഡിന് ശേഷമാണ് എവിടെയോ താങ്കളും അല്ല ആയിരിക്കും ഇന്റർവ്യൂ എടുത്തവരെ ആ താല്പര്യം ജനിപ്പിച്ച്. എനിക്ക് തോന്നുന്നുണ്ട് ആ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്തായിരിക്കും അല്ലേ? അതുവരെ അവൻ അങ്ങനത്തെ, ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയില്ലായിരുന്നു മനസ്സിൽ. ആ കുട്ടി മാറി. ഇപ്പൊ ആ കുട്ടി മാറി. ഇപ്പൊ പിടിച്ചാൽ കിട്ടാത്ത വലിയ റൂട്ടിലേക്ക് മാറി. നീരജ് ഇപ്പൊ അജു കുറച്ചു മുമ്പ് പറഞ്ഞു, നീരജിനെ കുറിച്ച് പറഞ്ഞു. നീരജ് സിനിമകൾ ചെയ്യുന്ന കുറവാണ്, സെലക്ട് ചെയ്ത് സിനിമകൾ ചെയ്യുന്നതാണ് അജു കുറച്ചു മുമ്പ് പറഞ്ഞു. അതിലേക്കൊന്ന് തിരിച്ചു വരുവാണ്. ഈ സിനിമ നീരജിന്റെ ഒരു സ്വപ്നവും കൂടിയാണ്. ഒത്തിരി നാളത്തെ ഒരു പരിശ്രമം കൊണ്ട് ഇതിന്റെ പിന്നിലുള്ള യാത്ര. ഈ സിനിമകൾ വേണ്ട എന്ന് വെച്ച് മാറുന്നതാണോ, കഥാപാത്രങ്ങൾ വരാത്തതാണോ നീരജ്? രണ്ടും. അതായത് നമ്മളിലേക്ക് എത്തുന്നത് അത്ര മികച്ച കഥകളല്ല, നല്ല മികച്ച കഥകൾ എത്തുന്നുമില്ല. മികച്ച സിനിമകൾ സംഭവിക്കുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റിലും. അപ്പോൾ അതിൽ പലതും നമ്മളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ തീരെ വരാത്തതേ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞ നമുക്ക് ഞാൻ അങ്ങനെ കോറം തയ്ക്കാൻ വേണ്ടി പടം ചെയ്യാന്നുള്ളൊരു ആംഗിളിലല്ല. ഇതിനകത്ത് നമ്മളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് പീക്കിൽ നിർത്തുക എന്നുള്ളതാണ്. ഇതൊരു ജോലിയായി തോന്നുന്ന ദിവസം ഈ പരിപാടി നിർത്തണമെന്നാണ് എനിക്കുള്ളത്. എനിക്കിതൊരു ജോലിയായി കാണാൻ ഇഷ്ടമല്ല. വളരെ പാഷനേറ്റായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം നമ്പറിലല്ല ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത്. എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ആ സെറ്റിൽ പോകാനൊരു സാധനം വേണം. അപ്പോൾ അത് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു പക്ഷേ ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് നിന്ന ഒരു സമയമുണ്ട് ഈ എല്ലാ പടങ്ങളിലും നമ്മളെ വിളിച്ചുകൊണ്ടിരുന്ന. 2014 ആയിരിക്കണം ഏറ്റവും കൂടുതൽ പടം ചെയ്തത്. 14-15 നമ്മൾ ഓൾ ദീസ് മൂവീസ്, കുഞ്ഞിരാമായണം, അടികപ്പ്യാർ, സപ്തമശ്രീ, ഇതെല്ലാം ഒരു വർഷമാണ്. ജമുന പ്യാരി, കുറേ ചാർലി, 9 പടം 10 പടം കണ്ട വർഷം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരു സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ ഒരു പടത്തിൻ്റെ സെറ്റിൽ നിന്ന് മറ്റേ പടത്തിൻ്റെ സെറ്റിലോട്ട് ലൈക്ക് അന്ന് നമുക്കതൊരു അങ്ങനെ ആകുക എന്നുള്ളതൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു. പക്ഷെ അത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മൾ കഥ കേൾക്കുന്നില്ല, മര്യാദക്ക് എന്താണെന്ന് അറിയാതെ പോയി അഭിനയിക്കുന്നൊക്കെ ഒരു സ്റ്റേജിലോട്ട് വന്ന് ഞാൻ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യാത്ത ആവാൻ തുടങ്ങി. ചെയ്ത സാധനം തന്നെ തിരിച്ചു മറിച്ചും ചെയ്യുന്നു എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ നമുക്കൊരു ഗ്രോത്ത് വേണം, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേണം, എന്നാലേ ഇത് മുന്നോട്ട് പോകുള്ളൂ എന്ന് തോന്നി. അല്ലെങ്കിൽ നമ്മൾ ക്രാഷ് ലാൻഡ് ചെയ്തു ഒരു പോയിന്റിൽ ചെയ്ത് ആൾക്കാർക്കെല്ലാം വെറുത്ത്, മനസ്സിലായി, അത് നമ്മളെ ഇഷ്ടപ്പെട്ടവർക്കെല്ലാം മോണോട്ടണസ് ആയി. അതില്ലാതെ നമ്മൾ ചെയ്ത, ഇപ്പം ഞാൻ പറയുന്ന ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിനകത്തൊരു മോശം സിനിമ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിൽമോഗ്രഫിയിൽ വളരെ മോശം സിനിമ എന്തായാലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിലേക്ക് പ്രൊജക്റ്റുകൾ എത്താതിരിക്കുമ്പോൾ നമ്മൾ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പരിപാടി. എത്താതെ ഇരിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? ഉറപ്പായിട്ടും തോന്നുമല്ലോ. അത് നമ്മൾ പക്ഷെ അതിന് എൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം സോഷ്യലൈസ് ചെയ്യാൻ വളരെ വീക്കാണ്. ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കാണ്. എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ ഓപ്പൺ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം എൻ്റെ സ്ട്രോങ് ഹോൾഡ് അല്ലെങ്കിൽ അല്ല, എൻ്റെ ഒരു സ്ട്രോങ്ങർ ഏരിയ ക്രിയേഷനാണ്. ഇപ്പോൾ നമ്മൾ ആ ഏരിയ ഉപയോഗിച്ച് നമ്മളെ എന്ത് സ്കില്ലാണോ നമുക്കുള്ള ആ സ്കിൽ സെറ്റ് ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ.
അപ്പം അങ്ങനെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അൽത്താഫുമായിട്ട് ഇത്ര നാളും പരിചയമില്ല. അതെ അതെ അതിപ്പോ പറഞ്ഞതിന്റെ ഏറ്റവും അൽത്താഫിനെ നമുക്ക് എല്ലാവരും, പക്ഷെ അൽത്താഫുമായിട്ട് ഈ സിനിമയ്ക്ക് വരുമ്പോഴാണ് പരിചയപ്പെടുന്നത്. അപ്പൊ നമ്മളൊന്ന് പുറകോട്ട് നിൽക്കുമ്പോൾ നമ്മളെ തേടി വരില്ല എന്നത് ഒരു വിശ്വാസമായി എടുക്കുന്നില്ല. നമ്മളെ തേടി വരില്ല. ഇല്ല വരില്ല, നമ്മളെ തേടി ഒന്നും വരില്ല. അത് വരാം കേട്ടോ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇറ്റ് കുഡ് കം. ഇപ്പം അങ്ങനെ എനിക്ക് ആക്ച്വലി സംഭവിച്ചിട്ടുള്ള 2 ബിഗ് പ്രോജക്ട്സ് എവിടുന്നും ഇല്ലാണ്ട് വന്നതാണ്. ഫാമിലി മാൻ അതെ, RDX അതെ. അത് ഞാൻ അതിനൊരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അത് അങ്ങനെയും സംഭവിക്കാം, പക്ഷെ അത് എപ്പോഴും 5 കൊല്ലത്തിലൊരിക്കലേ അങ്ങനെ വരുള്ളൂ. അതും വിചാരിച്ചിട്ട് ഇനി 5 കൊല്ലം കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് ഈ ചോദിച്ചു പോകാൻ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അനുഭവത്തിൽ ചാൻസ് ബുദ്ധിമുട്ടിക്കാന്നൊരു ഫീലാ പുള്ളിക്ക്. നമുക്കൊന്നും ഒന്നും ഓഫർ ചെയ്യാനില്ല, മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു ബാർട്ടർ സിസ്റ്റം ആണെങ്കിൽ നമുക്കൊരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവട്ടെ. എനിക്ക് ഐ ഹാവ് സംതിങ് ടു ഓഫർ യു, എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, ഒന്ന് കേട്ടു നോക്കും, നിങ്ങൾക്ക് താല്പര്യം ഡയറക്റ്റ് ചെയ്യാം എന്ന് പറയുന്നതിനകത്തൊരു രസമുണ്ട്. മറ്റേതിനകത്ത് നമ്മൾ വളരെ അധമനായി നമ്മൾ ഒരു യാചനയുടെ ഒരു വക്കിലാണ് ഇതിൻ്റെ ഒരു മീറ്റർ കിടക്കുന്നത്. ഡിപ്പെൻസ് ഓൺ അവരെ നമ്മളെങ്ങനെ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കതിൽ ചില സാഹചര്യങ്ങളിൽ ഭയങ്കരമായ തീവ്രമായ ഡിസ്റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചതിൽ തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനുശേഷം എനിക്കത് പറ്റാറില്ല. എനിക്കത് അതായത് പ്രതീക്ഷിച്ച ആളുകളായിരിക്കും നമുക്ക് ഇല്ല എന്ന് പറയേണ്ടടുത്ത് ചിലപ്പം മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഒരു വേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലടേ എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊരു റെസ്പോൺസ് കിട്ടും. ഇപ്പൊ അൽത്താഫ് പറഞ്ഞില്ലേ, കൃത്യമായിട്ട് പറഞ്ഞത് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. എത്രയോ പേർക്ക് ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് ആ സമയത്ത് ക്യാരക്ടേഴ്സ് മാച്ച് ആയാൽ മനസ്സിൽ ഡെഫിനറ്റ്ലി ഉണ്ട് എന്ന് പറയാം. അനുഭവങ്ങളാണ്. അതെ അതെ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ കണ്ടു വാഴ, അമീൻ, ഇവര് എത്രയോ പേര് ഇപ്പം മഹാരാജാസ് ഹോസ്റ്റലില് ഉൾപ്പെടെ വരുന്നു. ഇവരെല്ലാം ഇപ്പൊ നീരജ് പറഞ്ഞ പോലെ അവർക്ക് കഴിവുണ്ട്, അവർക്ക് ക്യാമറയുണ്ട്, മൊബൈലുണ്ട്, അവർ എഡിറ്റ് അറിയാം, അവർക്ക് മ്യൂസിക് സെൻസ് ഉണ്ട്, അവർക്ക് പ്ലാറ്റ്ഫോം കിട്ടി, അവര് എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരിക്കലും അവർ സിനിമയിൽ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് അഭിനയത്തിൽ എക്സ്പീരിയൻസ് കുറവില്ല. നമ്മൾ അത്രയും നല്ല എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അവര് 100 റീൽ ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ, 100 സിനിമ ചെയ്തിട്ടില്ല നമ്മൾ. അപ്പം എക്സ്പീരിയൻസ് അവർക്കാ കൂടുതൽ. മനസ്സിലായി? അവർക്ക് ചാൻസ് ഇങ്ങോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ആരും വിളിക്കുന്നില്ല, അവരുടെ ചാൻസ് ഉണ്ട്. അതിലേറ്റവും കൈയടിക്കുന്നത്. അതെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരു ചോദ്യം ഒരു ഉത്തരം. അജുവിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കും. അജുവിന്റെ അടുത്ത് ഒരു ചോദ്യം, നിങ്ങൾക്ക് എന്താണ് ചോദിക്കാൻ തോന്നിയ ഒരു ചോദ്യം അജുവിന്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ പെട്ടെന്നല്ലേ ചോദ്യം, ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന് പറയുമ്പോൾ. നമുക്ക് എന്ന് ഒരു റീൽ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യാം, നമുക്ക് അജുവിന്റെ അടുത്ത് ചോദിക്കാം. അത് അജുവാ ചോദിച്ചത്. അല്ല ചേട്ടൻ എന്താണ് നമ്മുടെ പറയാനുള്ളത്? എനിക്കൊന്നും പറയാം. ഞാനിത് ഇപ്പൊ അറിയാതെ പറഞ്ഞില്ലേ, ഡയറക്റ്റ് അതിൽ കൂടുതൽ എന്ത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഇതില് ഞാൻ സീൻ കണ്ടതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ. ഞാൻ കഥയിൽ ചെറിയ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല. നല്ലവനായ ഉണ്ണി നല്ലവനായിട്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് കാണാറുള്ളതാണ്. ഇൻസ്റ്റയിൽ പോയി കാണാറില്ലെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ കാണാറുണ്ട്. ഹ്യൂജ് ഫാൻസാണ്. എല്ലാ നല്ല ക്രിയേറ്റിവിറ്റിയും. ഇവരെ നമുക്ക് പോയി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഇന്റൻഷൻ മാറ്റി നിർത്തൂ. അതല്ല, വിട്ടേക്ക്. ഇവർ ചെയ്യുന്ന സാധനം നമ്മളെ രസിപ്പിക്കുന്നുണ്ട്, എന്നെ ചിരിപ്പിക്കുന്നുണ്ട്. പലരും ചെയ്യുന്നത് എനിക്ക് ചിരിക്കാൻ കിട്ടുന്ന കാണുമ്പോൾ നീരജ് ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരും, സന്തോഷം വരും. അത് നല്ല കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ. അൽത്താഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണ് അൽത്താഫിൻ്റെ ഫസ്റ്റ് പടം, അതിലെ ക്ലൈമാക്സ്, എസ്പെഷ്യലി നിവിൻ്റെ ചിരി. അത് പല സ്ഥലങ്ങളിലും അൽത്താഫിനെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ അറിയാവുന്നേ ഉള്ളൂ എനിക്ക്. ഞാൻ പറഞ്ഞിട്ടുള്ളത് നിവിൻ പോളിയുടെ ഏറ്റവും ചിരി. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കമൽ സാറ് ലാൽ സാറിനെ പറഞ്ഞ പോലെ നിവിൻ പോളിയുടെ ചിരി അത് അൽത്താഫ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണുള്ള പടത്തിന്റെ മെയിൻ ക്ലൈമാക്സ് ബോട്ടിൽ ഇരുന്നുള്ള ചിരിയിൽ തീരില്ല അവിടെ. അപ്പൊ നമുക്ക് എന്താണ് ഇഷ്ടം? അപ്പൊ നമുക്കെന്താ വ്യക്തിയല്ല, അവർ ചെയ്യുന്ന ജോലിയാണ്. പ്രേക്ഷകർക്ക് അത്രേ ഉള്ളൂ. ഇന്നിപ്പോ ഒരു സാധനം ഒരു മോശം പറയും, നാളെ നല്ല പറയും, നല്ല ചെയ്ത. അൽത്താഫിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. ഒരു ചോദ്യം നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യം അൽത്താഫിന്റെ അടുത്ത് ചോദിക്കും.
അൽത്താഫിക്ക ഈ കണ്ണാടിക്ക് പവർ ഉണ്ടോ? എത്ര പവർ ഇക്ക ചെറുപ്പം കാലം തൊട്ട് ഇത് തന്നെയാണ് ഈ ഒരു മേഖല തന്നെയാണ് ആഗ്രഹിച്ചത്, അതോ യാദൃശ്ചികമായിട്ട് ഇതിലോട്ട് വന്നത് കേട്ടോ? ഇല്ല ഇതന്നെ ഒരു 10ാം ക്ലാസ് +2 ഒക്കെ തൊട്ട് ഇതാണെന്നുള്ള. ഓക്കെ. വേറെന്താ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല ബിടെക് കഴിഞ്ഞിട്ട് നേരെ ഇതിലോട്ട് തന്നെ അതല്ല അസിസ്റ്റ് ചെയ്തോ? ഇല്ല അസിസ്റ്റ് ചെയ്തിട്ടില്ല, ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ആ ഗ്രൂപ്പ് തന്നെ ഇരുന്ന് ആർക്കും അസിസ്റ്റ് ചെയ്യാനൊന്ന് ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട്, കുറേ ചോദിച്ചു പോയിട്ടുണ്ട്. ചില സിനിമകൾ പേര് പറയാൻ പറ്റില്ല അങ്ങനത്തെ. ഇല്ല വേണ്ട. അങ്ങനെയൊന്നുമില്ല, പുള്ളിനെ ചേട്ടനെ അറിയാൻ പോലും. അപ്പൊ അങ്ങനെ പറയും നമ്മുടെ അടുത്ത ഇന്നാളെ വിളിച്ചാൽ മതി അസിസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയും. നമ്മൾ പോയി കാണും. അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഞാൻ പറയണത് 15 മലർവാടിക്ക് മുമ്പുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയ ഇല്ല. നമുക്ക് ആരെങ്കിലും എന്നൊക്കെ നമ്പർ കിട്ടുമ്പോഴാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പോയി കാണുന്നു, പുള്ളിനെ വീട്ടിൽ പോയി കാണുന്നു, അസോസിയേറ്റിൻ്റെ നമ്പർ വരുന്നു, ഷൂട്ട് തുടങ്ങുമ്പോൾ വിളിക്കാന്ന് പറയുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴാണ് സൺഡേ സപ്ലിമെന്റിൽ ആ പണി ഷൂട്ട് തുടങ്ങിയെന്ന് പറയുന്നത്. അത് പോവും, അടുത്ത ആൾ വിളിക്കും. അങ്ങനെ ട്രൈ ചെയ്ത് 2 കഴിഞ്ഞപ്പോൾ അൽഫോൺസ് തന്നെ പറഞ്ഞത് ഇതിൻ്റെ ഒന്നും കാര്യമില്ല, 70 ഒക്കെ ഇറങ്ങിയ ഇതാണ്, HTV ഒക്കെ ഉണ്ടല്ലോ അന്ന്, നമുക്ക് എടുത്തു തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർക്കും ചാൻസ് കിട്ടാനുള്ള കോണ്ടാക്ട് ചെയ്യണ്ട് നമ്മൾ. അതായത് നമ്മൾ ഇല്ല ഞങ്ങൾ അസിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞൊന്നുമില്ല, അസിസ്റ്റ് ചെയ്യാൻ ആരും നമ്മൾ അനുവദിക്കുന്നില്ല, നമുക്കൊരു ചാൻസ് കിട്ടണില്ല. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇല്ല, കുറച്ച് സിനിമകളല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് തന്നിട്ട് സ്വയം. അതെ 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 അതെ. അതുകൊണ്ടാണ് എല്ലാം അങ്ങനെ ചെയ്യുന്നവരും നമുക്ക് റെസ്പെക്ട് വന്നത്. അവർ പണിയെടുത്ത് വന്നതാണ്. ഇവരിവിടെ വന്നത് അൽത്താഫോടെ നമ്മളെല്ലാരും ജോലി ചെയ്തിട്ടില്ലേ. എല്ലാവർക്കും പേടിച്ചിട്ടാ പുള്ളി വളച്ചു പൊട്ടിച്ച് ഇങ്ങനെ ആക്കി. ഇതന്നെ ഇതൊക്കെ തന്നെയല്ല. അല്ല ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചേട്ടാ ഓഡീഷൻ വഴി വന്ന് ചേട്ടൻ ഇത് കണക്ക് ഇവിടെ എത്തി. നമ്മളും ഇതുവഴിയൊക്കെ റീൽസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാ ചെയ്ത് റീൽസ് ചെയ്ത് ഇവിടെ എത്താൻ വേണ്ടിട്ട് തന്നെ. ഇത് കണക്ക് എത്ര വർഷം റീൽസ് ചെയ്തു? 2 കൊല്ലം ഞാനും അമീനും. ഒരു അതായത് ഫ്രീക്വൻസി എത്ര? ആഴ്ചയില് 2 അല്ലെങ്കിൽ വീക്കിലി 2 വീഡിയോ വെച്ചിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യണം. അത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കണ്ട് ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്തേ. ലാസ്റ്റ് ഇത് റീച്ച് പോയി. ലാസ്റ്റ് ഞങ്ങൾക്ക് ഇതൊരു തൊഴിലായി ഇപ്പൊ വരുമാനമുണ്ട്. അറിയാലോ യൂട്യൂബിൽ നിന്ന്. ആ വാക്ക് കണ്ടുപിടിച്ചവര് ഞങ്ങൾ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചോദ്യം എന്ന് വെച്ചാ എന്താ നേരത്തെ ചോദിച്ച ചോദ്യം അയച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെ. അത് നമ്മുടെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്ന്. നിങ്ങളടുത്ത് എന്ത് പറയാ? ഉപദേശം. ഉപദേശം. നിങ്ങൾ സിനിമയിൽ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് തുടക്കക്കാരെന്നുള്ള നമുക്ക് തരാൻ പറ്റുന്ന ഒരു അഡ്വൈസ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ. മാസത്തിൽ 2-3 ഷൂ ഓർഡർ ചെയ്യുക, നല്ല നല്ല കുപ്പായം മേടിക്കുക. പിന്നെന്താ ട്രെൻഡി അല്ലേ? അല്ല ഇവർ ആക്ച്വലി ഓൾറെഡി ഹാഫ് വേ ത്രൂ ഈസി. പുതിയ പിള്ളേരൊന്നും അല്ല. ഒരു പക്ഷേ നമ്മളെക്കാൾ റീച്ച് ഉണ്ടാവും ഇവര്. റീച്ച് എക്സ്പീരിയൻസ് ആഴ്ചയിൽ 2 റീച്ച് 2 വർഷം അതിനേക്കാളും സിനിമയുടെ എണ്ണമായില്ലേ? അതാണ് അമിതാഭ് എക്സ്പീരിയൻസ്. അമിതാഭ് ബച്ചന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല ഇതോട് ഉപദേശങ്ങളല്ല നമ്മൾ ചെയ്യുന്ന ഓരോ. ഇപ്പൊ അജു പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡെയിലി ഉണ്ട്. അല്ല എല്ലാവരും വഴി ഇപ്പം ഒരു വഴി അതാണ് നമുക്ക് എത്തിപ്പെടാൻ. പിന്നല്ലാതെ അവരത് ബുദ്ധിപരമായി യൂസ് ചെയ്തു, ഇപ്പോഴും യൂസ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് എല്ലാവരും ഇവരിപ്പോഴും കോണ്ടന്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ഇവരുടെ ഫാൻസ് ആണ് നമ്മളൊക്കെ. ഇവരുടെ കോണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ ഇവർ നിരാശരാക്കില്ല. ഇവർ സിനിമ ചെയ്തെന്ന് പറഞ്ഞില്ല.
അതും ചെയ്യുന്നുണ്ട്. ഇവരിപ്പോള് അതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ. അങ്ങനെ മുന്നോട്ട് തന്നെ പോവാ. ഇപ്പൊ നീരജ് പറഞ്ഞ പോലെ ഇവരൊക്കെ പറഞ്ഞ പോലെ നിങ്ങളെയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, ഇവരും ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുന്നു, പ്രേക്ഷകർ ഇവരെ ഇഷ്ടപ്പെടുന്നു. ആ ഒരു മൊത്തത്തിലൊരു ഇഷ്ടം. അതെ മൊത്തത്തിൽ ഇഷ്ടമുള്ളതാണ് സിനിമകളുണ്ടാകുന്ന. ആ സിനിമയുടെ ഭാഗമാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് വലിയ ഭാഗ്യം ഇവരോടൊപ്പം അഭിനയിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഭാഗ്യമാണ്. പക്ഷേ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവണം, അതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. സിനിമ എന്നും ഹിറ്റുകളിലേക്ക് പോകാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇന്ത്യ ജയിക്കണം. പ്രേക്ഷകരുടെ ഇടയിലാണ് സിനിമ ഇരിക്കുന്നത്. പ്രേക്ഷകരാണ് തീരുമാനം. നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രം നല്ലതായിരിക്കും, പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ജൂലൈ 30 ധൈര്യമായിട്ടും ടിക്കറ്റ് എടുക്കുക. കാരണം ഈ സബ്ജക്റ്റ് അങ്ങനെയാണ്. കൊച്ചുകുട്ടികൾ മുതൽ കൊച്ചുകുട്ടികളുടെ ഹൃദയമുള്ള മുതിർന്നവർ വരെ. എങ്ങനെ പറഞ്ഞു കൊച്ചു ഇല്ലില്ല. പറഞ്ഞു അത് കിട്ടിയില്ലേ? ഇല്ല, കിട്ടില്ല. അതിന്റെ പങ്കെയാ അല്ല, കൊച്ചുകുട്ടികൾ മുതൽ കൊച്ചുകുട്ടികളുടെ ഹൃദയമുള്ള മുതിർന്നവർക്കും. ഈ ഹൃദയം അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവർക്കും ഒന്ന് കാണാം. അതാണ് കേട്ടോ. കൊച്ചുകുട്ടികളുടെ ഹൃദയമുള്ള വലിയവർക്ക് കാണാൻ പറ്റിയ സിനിമ. ഇത് പൊളിയാട്ടോ, പൊളിയാ. അപ്പം മറക്കണ്ട, ജൂലൈ 30-ാം തീയതിയാണ് സിനിമ റിലീസ്. നിങ്ങൾ അടുത്ത തിയേറ്ററിൽ പോയി കാണും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആളുകളെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയുള്ള അഭിപ്രായം ചെയ്യുക. നമുക്ക് കാത്തിരിക്കാം. ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ നിങ്ങളെ എല്ലാവരും കാണാൻ വേണ്ടി. നീരജ് പറഞ്ഞ പോലെ പോരാടിക്കൊണ്ടേയിരിക്കുക, സിനിമകൾ ഉണ്ടാക്കുക, പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.